എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പഞ്ചാബിൽ നിന്ന് ഓറഞ്ചുമായിട്ട് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. കർണാടകയിലെ ബീജാപ്പൂർ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹുബ്ലി റൂട്ടിലാണ് ഉള്ളത്. പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഇവിടെ ഒരു പമ്പിലൊക്കെ കയറി ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി, നല്ല നീറ്റ് വാഷ്റൂമൊക്കെ ആയിരുന്നു. ഇപ്പോഴേ 8 മണിയായി. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല കടയിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടങ്ങ് പോവാം. വെളുപ്പിനെ ഒരു 2 മണിയേറായി നമ്മൾ കർണാടക കയറിയപ്പം. ഇനി 4 ലൈൻ എല്ലാം കുറച്ച് നേരത്തേനില്ല കേട്ടോ. ഇനി എല്ലാം നമ്മൾ ഡബിൾ ലൈൻ മാത്രമേ ഉള്ളൂ, ഒരു അങ്കോളം ചെല്ലുന്നവരെ. അതല്ല ഇവിടെല്ലാം ഇഷ്ടം പോലെ നിലക്കടല കൃഷി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണങ്ങിക്കിടക്കാണല്ലോ. ഇന്നലെ വരെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെയും തണുപ്പൊന്നും ഇല്ല കേട്ടോ, തണുപ്പൊക്കെ പോയി. വൈകുന്നേരം വരെ തണുപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, വൈകിട്ട് നല്ല തണുപ്പായിരുന്നു നമ്മൾ ആ ബീജാപ്പൂരൊക്കെ വന്നപ്പോൾ അല്ലേ. രാത്രിയിൽ ഇടയ്ക്ക് വഴി മോശം ഉണ്ടായിരുന്നോടാ. അതെ, ഈ പാച്ച് വർക്ക് കയറിയിട്ടായിരിക്കും, എനിക്ക് ഇടയ്ക്ക് തോന്നിയായിരുന്നു. എന്നാലും മിനിങ്ങാനത്തെ വഴിയായിരുന്നു വഴി കേട്ടോ. അത് ഞാൻ നോക്കുമ്പോ ടയറിന്റെ സൈഡില്ലേ, എല്ലാ ടയറിന്റെ, അതായത് ഈ ചെരുവിൽ ഓടിയിട്ടായി ഇങ്ങനെ എന്നാ പറയുന്നത്, കാറ്റ് കുറഞ്ഞ് ഓടുന്ന പോലെ. എന്നിട്ട് റൗണ്ടിന് പാടുണ്ടായിരുന്നു, എല്ലാ ടയറിലും ഉണ്ടായിരുന്നു. വെളിയിൽ കിടന്ന എല്ലാ ടയറും. അതിന് മുമ്പ് ഒരു വണ്ടിയിലെ ഒരാളും കൈ കാണിച്ചായിരുന്നു. കർണാടക വണ്ടിയായിരുന്നു കേട്ടോ, രണ്ടും. ഇവിടെ 4 ലൈൻ അല്ലെങ്കിലും നമുക്ക് ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടുപോകത്തില്ലേ? അതെ, കാണാം. പക്ഷെ എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കുകയാണ്. അതെ, ഈ ചോളമൊക്കെ വെട്ടി അതിന്റെയൊക്കെ കൃഷി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ കരിമ്പ് അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക, അതൊക്കെ നനച്ചിട്ടേക്കുന്ന പോലെ തോന്നല്ലേ. വേറെ എന്തെങ്കിലും കൃഷിക്ക് വേണ്ടിയിട്ടേ റെഡിയാക്കിയേക്കുന്ന. അപ്പോഴേ രാവിലെ ഏതായാലും ചെറിയ കടയിൽ നിർത്തുക, എല്ലാം കഴിച്ചിട്ട് പോകാം. പഴയകഞ്ഞി അതേ ഒരു കുക്കർ നിറച്ച് ഇരിപ്പുണ്ട്. പഴയകഞ്ഞി ഉച്ചയ്ക്ക് കഴിക്കാം, വൈകിട്ടും കഴിക്കാം. നമ്മളെ കാളവണ്ടി വരുന്ന ആ ചെറിയ വീലുള്ള വണ്ടി. ഒരുമിച്ചോ? ഇന്നലെ അവിടെ വെച്ചും കണ്ടായിരുന്നു മഹാരാഷ്ട്ര. ആണോ? ഒരാള് തേര് തെളിക്കാനുണ്ട്, ബാക്കി എല്ലാരും പുറകെ വെക്കോളൂല്ലോ. നമ്മളെ NH 52 കൂടെയാ പോകുന്നത് ഇപ്പൊ. മമത് കേരി ചിലപ്പേരൊക്കെ വായിച്ചാണ് കേട്ടോ. വായിച്ചോ? അവിടെ ഇരുന്ന് അവിടെയൊക്കെ ഇച്ചിരി കടുകൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. കടുകൊക്കെ വളരെ കുറവായി. അതൊക്കെ രാജസ്ഥാനിലും പഞ്ചാബിലും മധ്യപ്രദേശിലും ഒക്കെയാണ് കാണേണ്ടത്. രാജസ്ഥാനിലും പഞ്ചാബിലും ഏറ്റവും കൂടുതലുണ്ട്. രാവിലെ എല്ലാരും ജോലിക്ക് പോവാൻ തോന്നുന്നു. എല്ലാ വീട്ടിലും കണ്ടോ ട്രാക്ടറുണ്ട്. ട്രാക്ടറും പശു ഇല്ലാത്ത ഒരു വീടും ഇല്ല. അത് കരിമ്പാണ് നട്ട് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ഇപ്പോഴത്തെ കരിമ്പ് വെട്ടി ഇതെല്ലാം എടുത്തു കഴിയുമ്പോഴത്തേനും അടുത്ത കരിമ്പ് വെട്ടാറാവും. അതനുസരിച്ച് അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്നാളെ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെയൊക്കെ മറ്റേ സൂര്യകാന്തി തോട്ടം ഉണ്ടായിരുന്നു. അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഇതല്ല ഇവിടെ എല്ലാം കരിമ്പെല്ലാം വെട്ടി ഇതിന്റെ വേസ്റ്റ് ഇതെല്ലാം ഇതായിരിക്കും. ഈ വേസ്റ്റ് എല്ലാം അവിടെ കട്ട് ചെയ്താ ട്രാക്ടറെ പിന്നെയും കൊണ്ടുവന്നതാണ്, കാണത്തില്ലേ. ഞാനല്ലേ ഒരു സാധനവും വേസ്റ്റ് ഇല്ല, എല്ലാം പശുവിന് കൊടുക്കാനും ഉപയോഗമുണ്ട്. അതാ പറഞ്ഞു, ഇതിന് വേണ്ടി കൊണ്ടുവന്ന ഇതുണ്ടോ, ഈ വേസ്റ്റ് എല്ലാം കൂടെ വെട്ടിക്കയറ്റി. നിലവിളിക്കാൻ തുടങ്ങിയോ? നോക്കട്ടെ, ഇവിടെ കടയൊന്നും നല്ല കാണുന്നില്ല. കഞ്ഞി നമുക്ക് പറ്റാതെ പെട്ടെന്ന് വിശക്കും. കഞ്ഞി കുത്തരിക്കഞ്ഞി അങ്ങനെ കുഴപ്പമില്ല, പക്ഷെ ഇനി അങ്ങോട്ട് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഈ അങ്കോള വരെ ചെല്ലുന്ന ഒരു പ്രശ്നമുള്ളൂ. നല്ല മീൻകറി ചോറും ഒക്കെ കിട്ടും. ബാങ്കട ഏത് വേണമെങ്കിലും കിട്ടും. ബാങ്കട ഫ്രൈ, റവ ഫ്രൈ, തവ ഫ്രൈ, എത്ര ഫ്രൈ ഒക്കെ വേണം, മസാല ഫ്രൈ. നമ്മുടെ കുത്തരി വേണേ കുത്തരി കിട്ടും. അതെ, ഏത് വേണേലും കിട്ടും. അപ്പൊ നമ്മള് ഗുൽഗേരി എത്തി. രാവിലെ SRSന്റെ നൈറ്റ് സർവീസ് വേണ്ടി ഇതുപോലെ ഒരു ജംഗ്ഷനിൽ കൊണ്ടുവരുത്തി ആളിറക്കിട്ടെ, അവിടെ കുറെ സ്കൂൾ പിള്ളേർ നിൽപ്പുണ്ട്. ബസ് നോക്കി നിൽക്കുന്ന എല്ലാ പിള്ളേരും അവര് കയറ്റി കൊണ്ടുപോയി. ആണോ? നല്ലൊരു കാര്യമായിരുന്നു.
അതാണ് ഇങ്ങോട്ടൊക്കെ വണ്ടി കുറവല്ലേ. അതെ, ഇതേ ഒരാൾ ചായ കുടിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. കണ്ടില്ലായിരുന്നോ? ചായ മാത്രം വേണ്ട രാവിലെ. ആ, കാപ്പി കുടിച്ചേക്കാം. ആ, ഒന്നും കിട്ടാത്തപ്പം ചായ കിട്ടിയാലും മതി. അന്നേരം ചായയും ബിസ്ക്കറ്റ് വേണേലും മതി. അതെ, ഇതേ ഇവിടെ ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലേ? അതെല്ലാം മറ്റേ രാവിലത്തെ മധുര വീട്ട് വന്നേ, മറ്റേ ജിലേബി ടൈപ്പില്ലേ, ആ, സാധനങ്ങളാണ്. കുൽഗേരി ബസ് സ്റ്റാൻഡ്, ചെറിയൊരു ബസ് സ്റ്റാൻഡ്. അമ്പ് കൂടുതലാണ്, പക്ഷേ ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ടിങ്ങനെ പോവാം. ലെവൽ വഴിയുവാ. മല പോലൊരു ലോഡ് പതുക്കെ വിഷമിച്ച് കയറി വരുക. ഇത് നമ്മൾ അവിടുന്ന് മറ്റേ ലോഡും കൊണ്ട് വന്ന പോലെ, കമ്പിളിയും കൊണ്ട് വന്ന പോലെ. ഇനി ഇത്രയും ദിവസം നമ്മൾ ഓടിയ പോലല്ല, ഇനിയും കയറ്റവും ഇറക്കങ്ങളും ഒക്കെയുള്ള വഴികളൊക്കെ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ ചുമ്മാ ഇരുന്നാൽ പോരായിരുന്നോ, നിരപ്പ് വഴി. അങ്ങനത്തെ വഴിയാ ഓടിക്കാൻ ഇഷ്ടമല്ലേ? അതെ, എങ്ങോട്ട് നോക്കി. ആ, സൂര്യാന്തി. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് നിർത്താതെ പോകുന്നത്, അതുകൊണ്ട് നിർത്തിയതാ. അപ്പം നല്ല അടിപൊളി ഒരു സൂര്യകാന്തിത്തോട്ടം നിൽക്കേ. പക്ഷേ ഇത് പൊക്കമൊന്നും വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. തയ്യ നമ്മൾ ഇന്നാൾ കണ്ടല്ല, നല്ല ഹൈറ്റ് ഉള്ളതല്ലേ? അത് ഹൈറ്റുള്ള അത് അത്രയും ആകുന്നേ ഉള്ളായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഈ പൂവിന് ഭയങ്കര കളർ തോന്നുന്നു രാവിലെ അല്ലേ. സൂര്യപ്രകാശേ ഇങ്ങോട്ട് അടിച്ചിട്ട് സൂര്യനെ നേരെ നോക്കി നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഭയങ്കര കളർ തോന്നും. നല്ല രസം. ഇതിനകത്ത് 1-2 പേര് കളയൊക്കെ പറിച്ച് എടുക്കുന്നുണ്ട്. ഇതേവിടെ നമ്മുടെ NH52 ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ സൂര്യകാന്തി തോട്ടം. വലിപ്പം കണ്ടോ? ആ, അതെ, എന്നെ നല്ല വലിപ്പമുണ്ട്. പക്ഷേ ഇത് ഇനിയും വലിപ്പം വെക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേറെ വല്ല ഇതായിട്ടാണോ എന്നറിയില്ല. ഇന്നാളത്തെ അത്രയും പൊക്കം വെക്കത്തില്ലാത്ത കൂട്ടാണോ എന്നറിയില്ലല്ലോ നമുക്ക്. നമ്മുടെ വണ്ടി അതേണ്ട കിടക്കുന്നു. ഇപ്പോൾ കാഴ്ചയെ കണ്ട് ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് കയറാം. കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ആ, കുറേ ഏരിയ ഉണ്ട്. രാവിലെ വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടില്ലേ. പേരയ്ക്ക ഇവിടെ ഇഷ്ടം പോലെ പേരയ്ക്ക കൃഷിയുണ്ട്. അതെ, കുറച്ച് പേരയ്ക്ക മേടിച്ചേക്കാം. അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട്, കുറേ ദൂരം. ആടുവണ്ടി അത് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഒരുപാട് വണ്ടി ഉണ്ടല്ലേ? രാത്രിക്ക് ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. വലിയ വണ്ടി ഉണ്ടായിരുന്നു ഇന്നലെ. ലോറിയുണ്ട്. ഓട്ടോയിലൊക്കെ ഉണ്ടോ? എത്ര പേരാ വരുന്നത് നോക്കിയേ. സൈഡിൽ നിൽക്കുക. സൈഡിലാ മോളിൽ കയറി ഇരിക്കുന്നുണ്ടല്ലേ. ആ, ഇതുണ്ടോ പിക്കപ്പിന്റെ മുകളിൽ 2 പേര് ഇരിക്കുന്നുണ്ടോ? അതെ, പുറകെ പശുവാ, കാളയാന്ന് തോന്നുന്നു അല്ലേ? കാളയാന്ന് തോന്നുന്നു. ഈ മാടുകളെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ എല്ലാവേ മുകളിൽ 2 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. ഇതിനെ നോക്കുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാ. അത് നമ്മൾ ഇന്നാളെ ആ പന്നിയെ കൊണ്ട് പോകുന്ന വണ്ടിയുടെ മുകളിലും കണ്ടില്ലേ? ആ, അതെ. ഇന്നിവിടെ എങ്ങാനുവേ മാർക്കറ്റ് കാണുമായിരിക്കും. അതായി മാടുകളെ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട് വണ്ടിയല്ലേ? ആ, അതെ. ഇതൊരു ആപ്പ ഓട്ടോറിക്ഷ വരുന്നുണ്ടോ? പിക്കപ്പേ പോകുന്ന ലോഡും ആൾക്കാരും ഉണ്ട്. ഇതേ ഹൊളെ ആളൂര്, ഹുബ്ബള്ളി 76, കാർവാർ 240 ആയിരിക്കും. ഇതെന്നാ ഈ ഇവര് ഇതിനകത്ത് കൊണ്ടുപോകുന്നേ? അതിനകത്ത് ഫ്രൂട്ട്സ് അല്ലേ? ഇപ്പൊ കടയുണ്ടോന്ന് നോക്കി നിർത്തി. അപ്പൊ അതേ 2 പേര് വന്നു കേട്ടോ. ഇവരുടെ MH വണ്ടിയാ. എവിടുത്തെ വണ്ടിയാന്ന് ഇവര്? എവിടുത്തെ വണ്ടിയാന്ന് ഇവര്? എന്തോ അജന്ത കേവ്സ്. ഔറംഗാബാദ് അവരുടെ വീട്. ലോഡ് എന്നാന്ന് ചോദിച്ചേ? മുസംബി. ആ, നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നോ മുസംബി? അപ്പൊ ഇവരുടെ നമ്മുടെ ലോഡ് ഓറഞ്ച്, ഇവരുടെ ലോഡ് മുസംബി. आपका नाम क्या? ചേതൻ. അവര് കണ്ട വഴിയിൽ നടുക്ക് വണ്ടി നിർത്തിയിട്ടാ അതാ അവരുടെ വണ്ടി. മൊസംബി ലോഡ് മംഗലാപുരത്തിന്. അവരെ മൊസംബിയും കൊണ്ട് വരുന്നുണ്ടെന്ന്. നമുക്കാണ് ഓറഞ്ച് എടുത്ത് കൊടുക്കാനില്ല ലൂസ്. ഉണ്ടായിരുന്നതെല്ലാം അവിടെ കൊടുത്തു. താങ്ക് യു. ട്രാക്ടർ എത്ര ടയറാന്ന്? 2 ട്രെയിലർ. ചെറിയൊരു കടയാ. ഉഴുന്നോടയും ഇഡലിയും പൂരിയൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായല്ലേ കടയിൽ നിന്നുള്ള ഉപ്പുമാവ് കഴിച്ചിട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതല്ല കഴിക്കുന്നത്. പിന്നെ നമുക്ക് കടയിലെ ഉപ്പുമാവ് കഴിക്കാം. അല്ല, ഇവിടുത്തെ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് ഇവിടുത്തെക്കാരുടെ ഇഷ്ടം മൈസൂറുള്ള ഉപ്പുമാവ് ഇഷ്ടം. ഇനിയിപ്പോൾ ഉപ്പുമാവ് കഴിക്കാൻ മൈസൂർ പോകാന്ന. പക്ഷെ ഇത് ഉപ്പുമാവ് നല്ല കേട്ടോ. അതിനകത്ത് നെയ്യൊന്നും അധികം ഇട്ടിട്ടൊന്നുമില്ല. ചെറിയൊരു കാപ്പിപ്പൊടി 80 രൂപ. 3 ഉപ്പുമാവും 2 ചായ. അപ്പം
3 ഉപ്പും 60 രൂപയും 2 ചായക്ക് 20 രൂപയും അങ്ങനെ 80 രൂപയും 3 പേര് കാപ്പി കുടിച്ചു. അങ്ങനെ കാപ്പി കുടിച്ചത് കുറവല്ലേ ആ പൈസ? അതെ അതെ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, മുന്തിരിയൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇവിടെ നല്ല ചൂടായെന്നാണ് അതിന്റെ. അതെ അതെ, ചൂടായതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനിയിപ്പോൾ ചൂടാണല്ലോ. ഇനിയും ചൂടാ. അങ്ങോട്ട് നമ്മുടെ ഈ പഞ്ചാബ് സൈഡൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ചൂടാവുള്ളൂ എന്നുള്ളേ ഉള്ളൂ. പക്ഷെ മഹാരാഷ്ട്രയിലും തണുപ്പാണ്. കർണാടക തൊട്ടാണ് ഇങ്ങോട്ട് ഇച്ചിരി തണുപ്പ് കുറഞ്ഞത്. ഈ ട്രാക്ടറെല്ലാം വിൽക്കാൻ കിടക്കുന്നതാണ്, സെക്കൻഡ് ഹാൻഡ് ട്രാക്ടറുകളാണ്. അതെ, അതുകൊണ്ടോ അത് ചോളമാണ് കിടക്കുന്നത്. കുറേ എല്ലാം ചാക്കിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. അതൊരു മന്ദിരം. അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോയിട്ട് വന്നാണോ പോകാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അവിടെ നിന്ന് കുളിച്ചൊക്കെ ഫ്രഷ് ആവും. ഇവിടെ നിർത്തി ഇതുണ്ടോ, ഒരു വണ്ടി താഴെ കിടക്കുന്നുണ്ടോ? അയ്യോ, മറിഞ്ഞല്ലേ? മറിഞ്ഞാ. അതെ, ആ റോഡിൽ നിന്ന് താഴെ പോയതാ, നേരെ തലയങ്കുത്തി മറിഞ്ഞു. ഇത്രയും വീതിയുള്ള റോഡിൽ വന്നിട്ട് അങ്ങനെ അല്ലേ അങ്ങോട്ട്? അല്ല, റോഡിൽ നിന്ന് പോകുന്നെങ്കിൽ ഡ്രൈവർ ശ്രദ്ധിക്കാതെ വല്ല മയങ്ങിപ്പോയോ വല്ലോ അങ്ങനെ ഇറങ്ങിപ്പോന്നാ ആയിരിക്കും. ഇവിടെ ഉള്ള ലോക്കൽ വണ്ടിയാണ്, കർണാടക വണ്ടി തന്നെ. ഉറങ്ങിയൊക്കെ വരുവാണേലേ ആ അറിയല്ലോ അങ്ങനെ പെട്ടെന്ന്. അതെ. അയ്യോ, നമ്മൾ പേരയ്ക്കാൻ മേടിച്ചില്ല, ഇതേ തോട്ടത്തിലുണ്ടോന്ന് നോക്കി. തോട്ടത്തിൽ അതൊന്നും ഇല്ല, അതെല്ലാം പറിച്ച. കരിമ്പ് വണ്ടികൾ എന്തേരാ നോക്കിയേ, ലോറിയിലും ട്രാക്ടറിലും കാളവണ്ടിയിലും ഒക്കെ ആയിട്ട്. ഇത് കാളവണ്ടി. ഇതെല്ലാം ഇത് ചോളം പറിച്ച് കൂട്ടിയിട്ടേക്കുന്നതാണ്. രാവിലെ ഒരു മുസമ്പിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പുളിയായിരിക്കും. പുളിയായിരിക്കും. പുളിയണേലും ഇച്ചിരി പാടാ. ഇതെല്ലാം കത്തി ഇവിടെ കിടക്കുന്നേ. പിന്നെ അതിനകത്തുണ്ട് അത്യാവശ്യ ആയുധങ്ങളൊക്കെ നമ്മള് പെട്ടെന്ന് എടുക്കാന്ന് പോലെ വെച്ചിട്ടുണ്ടല്ലേ? വെച്ചിട്ടുണ്ട്. അതെ, ഒരു കരുതൽ. പഴം കടിച്ചാൽ മുറിയല്ല, നീ കത്തിയോ? നല്ല മൂർച്ചയുണ്ട് അതിന്. നീ നോക്കിയാ അതിന് മൂർച്ചയുണ്ടോന്ന്. ഇവ നേരത്തെ ജ്യൂസ് കടയിൽ എങ്ങണ്ടായിരുന്നു തോന്നുന്നു. അതെ, എനിക്കും ഒരു സംശയം. നോക്കി എന്ത് കറക്റ്റ് ആയിട്ട് അത് കട്ട് ചെയ്ത് പൊളിക്കുന്ന നോക്കി. ഐഡിയ ഉണ്ടെങ്കിലേ കൊതുകിനെ പിടിക്കുന്നു. അതെ അതെ, ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. മഹാരാഷ്ട്ര ഔറംഗാബാദ് വണ്ടി. അവരുടെ സ്നേഹം. അല്ല, ഔറംഗാബാദ് മൊത്തം നമ്മൾ കണ്ടില്ലേ, ഈ മുസമ്പിയുടെ ഇഷ്ടംപോലെ തോട്ടമുണ്ട്. എല്ലാം തെറ്റിച്ചു. നല്ല മധുരമുണ്ട് ഇതിന് കേട്ടോ. പുളിയല്ലേ? ഞാൻ പുളിയാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതെ, കാണരുതെന്ന്. അല്ല, നമ്മളിവിടെ മുസമ്പി ജ്യൂസൊക്കെ മേടിച്ചാൽ പുളിയായിരിക്കും. അപ്പോൾ ഇത് ഒത്തിരി ദിവസം കഴിഞ്ഞൊക്കെ അല്ലേ നമ്മളൊക്കെ ഇവിടെ കിട്ടുന്നത്, അതുകൊണ്ടായിരിക്കും. എന്താണേല് മൊസമ്പിക്ക് ഇത്രയും മധുരം ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അത് നമ്മൾ അത്യാവശ്യം വല്ല ജ്യൂസ് അടിക്കാൻ മാത്രമേ മുസമ്പി മേടിക്കാറുള്ളായിരുന്നു. അത് ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് കടയിലും നമ്മൾ വീട്ടിൽ മേടിക്കാറും ഇല്ലായിരുന്നു. പക്ഷെ നല്ല മധുരം. അവർക്കൊരു താങ്ക്സ് പറയണം. അതെ, ഓ സ്പെഷ്യൽ തന്നെ. ഇത് തന്നെയല്ലേ നമ്മളവിടെ നമ്മളവിടെ നിൽക്കുന്നവർക്ക് ഇതുപോലെ തന്നെയാ. ഇവരെ കൊണ്ടുപോകാന്ന് ചോദിക്കുന്നേ. അന്നേരം അവര് കാണുന്നത്. അതെ, ഇല്ല അവരന്നേരം ചിരിച്ച്. അതെ, അങ്ങോട്ട് നോക്കിയേ, ട്രാക്ടറും കാളവണ്ടിയും കാളകളും എത്ര എണ്ണാന്ന് നോക്കിയേ. അത്രയും തന്നെ മതി. എല്ലാവരും ചെറിയൊരു മറ്റേ അല്ല അതെന്നാ പറയാ, മറ്റേ ഇച്ചിരി പഴുത്തായിരുന്നു, ഇത് പച്ചയാ. ഇവിടെ കാളവണ്ടിയും കാളയും ട്രാക്ടറും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ കേട്ടോ. കുഞ്ഞു ഡ്രൈവറാ ഓടിക്കുന്നത് കേട്ടോ. ഓക്കെ, കുഞ്ഞിക്കാരൻ്റെ അത്രേ ഉള്ളൂ. ഇവിടെ സൂര്യകാന്തി തോട്ടം, അതെ, കൃഷി കഴിഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. ഉണങ്ങി നിൽക്കുന്നു. പക്ഷെ ഉണങ്ങുമ്പോ ഇത് അവര് വിളവെടുത്തോണ്ട് പോന്നതാണല്ലോ. ഇനി ലാസ്റ്റത്തെ ആണോ അറിയത്തില്ല, എടുത്തു കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെ ഇറക്കുവോ കയറ്റുവോ എന്തൊക്കെ ചെയ്തു. എനിക്കൊന്ന് കടലയാന്ന് തോന്നുന്നു. കടല അല്ലേ? അതെ, അത് പറിച്ചു വെച്ചേക്കുന്നതേ കണ്ടില്ല, അത് കയറ്റി ട്രാക്ടർ കയറ്റിക്കൊണ്ട് പോകുന്നുള്ളൂ. നിങ്ങൾ നിരുത്സാഹപ്പെടുത്തിയോണ്ട് ഞാൻ പോകുന്നില്ല. ആഹാ, അപ്പൊ തീരുമാനം എടുക്കാൻ ഒരു കഴിവുണ്ടായിരിക്കണം. പോണം പോണോ പോണ്ടയോ എന്നും പോയി ചോദിച്ചോണ്ടിരുന്നേ. ഇറങ്ങി പോകാനും പാടാ. ബുദ്ധിമുട്ടാ. വേണേ ചാടി ഇറങ്ങിയൊക്കെ പോവാ. അതറിയാലോ. അവിടെ പോയി പഞ്ചാബിൽ അല്ല ഇവിടെ രാജസ്ഥാനിൽ പോയി രാജസ്ഥാനിൽ പോയി അടച്ചു വെച്ചിരുന്ന മതിൽ ചാടിയല്ലേ. ഞാൻ എല്ലാരും ആ വീടൊന്ന് കാണിക്കാൻ വേണ്ടി മതിൽ ചാടിയതല്ലേ, അല്ലാതെ ഞാൻ മതിൽ ചാടുവോ? ആ മലയുടെ മുകളിലെല്ലാം കാറ്റാടിയുണ്ട്. 1 2 3 4
4, 5, 6, 7, 8, 9 എണ്ണം ഉണ്ട്. പക്ഷെ അത് വീഡിയോക്കകത്ത് ചിലപ്പം അത്രയും കിട്ടണമെന്നില്ല, അകലെ ആയതുകൊണ്ടേ. ഇപ്പം ആ കാറ്റാടിയുടെ ഇച്ചിരൂടെ അടുത്ത് വന്നല്ലേ? ആ, എങ്ങോട്ടെങ്കിലും ഇച്ചിരൂടെ അടുത്ത് കാണാതിരിക്കും. ഓ, എന്നാലും അത്രയും അകലെ. ഒരു മലയുടെ മുകളിൽ കയറി നിന്നിട്ട് താഴ്വാരത്തോട് നോക്കണം. ഒത്തിരി കൃഷികളൊക്കെ കാണത്തില്ലേ? കൃഷികൾ കാണാതാ, കൃഷികൾ കണ്ടില്ലാലും നമ്മളാ നമ്മള് തമിഴ്നാട് പോകുമ്പോഴേ കമ്പത്തിന് പോകുമ്പോ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോ കാണത്തില്ലേ കമ്പത്ത് ഇഷ്ടംപോലെ തമിഴ്നാട്ടിലെ കൃഷി കാണത്തില്ലേ? അത് ശരിയാ. പക്ഷെ അതിലുമൊക്കെ നമ്മള് ലഡാക്കിലൊക്കെ പോയി കഴിഞ്ഞപ്പം കൃഷി കണ്ടില്ലാലും മുകളിൽ നോക്കുമ്പോ താഴേക്കൊന്ന് വണ്ടി കയറി വരുന്ന എന്നാ രസമുള്ള കാഴ്ചകളായിരുന്നു. കാഴ്ച. ആ, അതുമല്ല സോജിലാപാസിലൊക്കെ ആ മോളിൽ നിന്ന് വെച്ച് താഴോട്ട് നോക്കുമ്പോ അതെ അതെ, അതൊന്നും ഓർക്കാൻ കൂടെ വയ്യ. എന്താ അടിപൊളി കാഴ്ചകളാണ്. എന്നാ രസമായിരുന്നു. കർദുങ്കിലായും ചാങ്ലാംഗ്ലേയും താങ്ലാംഗ്ലേയും അത്ര ലാ കണ്ടു. അവിടെ നിന്നെല്ലാം മറ്റേ നമ്മളാ പോയപ്പോഴേ സ്നോഫോൾ ഉണ്ടായിരുന്നോണ്ടേ താഴേക്കൊക്കെ ഉള്ള കാഴ്ച എന്നെ രസമായിരുന്നു. മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്നു. സായിബ്രോ ഉറക്കത്തിലേക്ക് വഴുതി വീണിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഉച്ചയ്ക്ക് കറക്റ്റ് ചോറിനൊന്നും സമയമാകുമ്പോൾ വിളിച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊയ്ത്തന്ത്രം ഈ പ്രാവശ്യം അധികം കണ്ടില്ലല്ലേ? അതിന്റെ സീസൺ ആണല്ലോ, അതുകൊണ്ടാണ് കണ്ടോ. അതെ, ഇപ്പൊ ഇച്ചിരി കാറ്റാടി ഇച്ചിരി അടുത്ത് കാണുന്നുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഒരു മസ്ജിദാ. വീടുകളുണ്ടോ നമ്മുടെ അവിടുത്തെ പോലെ വീടുകളല്ലേ? ആ സൈഡിൽ ഒത്തിരി വീടുണ്ട് കേട്ടോ. അതുപോലെ ഇത് ഗ്രാമത്തിനകത്തൂടെ കയറി ഈ വഴി പോകുന്നല്ലേ? ചെറിയൊരു ഗ്രാമമാണ്. ഇവിടുത്തെ SP ഓഫീസ് അത്. ഇവിടുത്തെ ഒരു രാജാവായിരുന്നു തോന്നല്ലോ, അതെ, സിംഹാസനത്തിലിരിക്കുന്നത്. അതെ, നാറകുണ്ടെന്ന് പറഞ്ഞ സ്ഥലമായത് കേട്ടോ. ഇതെല്ലാം ചെമ്മരിയാടല്ലേ? അതെ, ചെമ്മരിയാടാ ഇതെല്ലാം. പക്ഷെ എൻ്റെ രോമെല്ലാം വെട്ടിയതാന്ന് തോന്നുന്നു. ഇതേ മുന്നിലത് 3-4-5 കുതിരകൾ 6 എണ്ണം ഉണ്ട്. കുതിര എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കോവർ കഴുത എന്നും പറയാം. ഈ കോവർ കഴുതെന്നും പിന്നെ വേറെ ഏതാണ്ടൊക്കെ അതിന് പേരുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പറയുന്നത്. ഇതുണ്ടോ പേരുണ്ടല്ലോ. ആ, ഏ അത് നോക്കിയേ, പറമ്പിൽ അങ്ങോട്ട് നോക്കിയേ. ഇതിൻ്റെയും കൂടെ ഈ സാധനം ഉണ്ട് കേട്ടോ, കുതിരകളെ. അതുണ്ടോ അങ്ങോട്ട് നോക്കാം. അത് ഒരാള് വികലാംഗനല്ല, കാല് കെട്ടി വിട്ടേക്കുന്ന. അവന് പ്രശ്നക്കാരൻ, അവൻ ഓടാതിരിക്കാൻ വേണ്ടി കാല് കെട്ടി വിട്ടേക്കുന്ന. ഞാനേ നേരത്തെ ഓർത്തോണ്ടിരുന്ന ഈ തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഈ ചെമ്മരിയാടുള്ളെന്ന് ഓർത്തെ. കാശ്മീരിലും അങ്ങോട്ടൊക്കെ തണുപ്പുള്ളിടത്ത് അതിന് വളരാൻ പറ്റുള്ളൂ ഓർത്ത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പോകാൻ തുടങ്ങിയ പിന്നെ ഇതിപ്പോ കർണാടക തൊട്ട് കാണുന്നുണ്ട് അങ്ങോട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കാശ്മീരൊക്കെ ഒത്തിരി ഉണ്ട്, ഇവിടെ ഉള്ളതിനെക്കാട്ടി കൂടുതലുണ്ട്. ലഡാക്കിലൊക്കെ എന്തോരമുള്ള. അതെ അതെ, സബോളയിലൂടെ അത് പൂനെന്ന് വന്നേക്ക് വരുന്നതായിരിക്കും. പൂനെന്നോ ഔറംഗാബാദ് നഗറിൽ നിന്നൊക്കെ വരുന്നതാണ്. 7 പമ്പാണോ ചെയ്യുന്നല്ലേ? എന്നാ സംഭവിച്ചാലും ഇവിടെ വിട്ടു പോകരുത്, പതുക്കെ പോകാറുള്ളൂ. അതൊരു ക്ഷേത്രത്തിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ഇതുണ്ടോ വെള്ളം പിടിക്കാൻ പോന്നേ? ഇവിടെ കൊണ്ട് കണ്ടോ, നല്ല സൗകര്യമല്ലേ അല്ലേ? ചേച്ചിമാര് പോകുന്നുണ്ടോ? വണ്ടി ഓടിച്ചോണ്ട് പോകുന്നാടെ. അവിടെ ഒരു കുളമുണ്ട്, എടുക്കാൻ പോകുന്ന. ആ ചെറിയൊരു ജംഗ്ഷൻ ഇല്ലേ ഇവിടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ പമ്പ് അപ്പുറം ഇപ്പുറം ഉണ്ടാക്കി വെച്ചേക്കുന്നത്, വണ്ടികൾ സ്ലോയിൽ വരാൻ വേണ്ടിയിട്ട്. അതിനൊരു 1-2 എണ്ണം ഉണ്ടാക്കി വെച്ചാൽ പോരെ, ഒരു 6 എണ്ണമൊക്കെ എന്ന് പറഞ്ഞാൽ അതെ കടന്നു. 2 സൈഡും നല്ല കൃഷി സ്ഥലങ്ങളാണ്. ചൂട് കൂടിയിട്ടാണോ ചിലതൊക്കെ കരിഞ്ഞു നിൽക്കുന്നുണ്ടോ? അതുകൊണ്ടോ? അതെ അതെ, അത് കടലയാണേ, പക്ഷെ അതങ്ങ് കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്നു. ചൂട് കൂടിയിട്ടൊന്നും ആയിരിക്കില്ല, അതിനുള്ള ചൂടൊന്നും ആയിട്ടില്ല. അത്ര ചൂടായില്ലല്ലോ. ഈ വണ്ടിയുടെ ജോയിന്റ് പറഞ്ഞു കിടക്കുക. അതെ, ജോയിന്റ് പറഞ്ഞു പോയേ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ സംഭവം എന്ന് മനസ്സിലായോ? കറങ്ങുന്ന സാധനല്ലേ ഇങ്ങനെ ഒലക്ക നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. അതിന്റെ എന്തേലും ഇത് സ്റ്റാറിന്റെ വല്ല കപ്പ് പോലും ചെയ്തായിരിക്കും, അത് പറഞ്ഞു കിടക്കുക. ഇനി അത് അവിടെ നിൽക്കുള്ളൂ. അത് ഇനി വർഷോപ്പിൽ നാളെ വന്ന സാധനം മാറി പിടിപ്പിച്ചാല് വണ്ടി അനങ്ങോണ്ടു അവിടെ നിൽക്കുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇത് കറി വെക്കുന്ന കടലേ നമ്മള് കഴിഞ്ഞ അങ്ങോട്ട് പോയപ്പോ കണ്ടില്ലായിരുന്നു. ആ കടലേ ചിലടത്ത് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നു, ഇത് കണ്ടോ? അല്ലെന്നേ, അത് അതിന്റെ ഇത് കഴിഞ്ഞായിരിക്കുന്നേ, വിളം എടുക്കാറായതായിരിക്കും ഉണങ്ങി നിൽക്കുന്നേ. എടുക്കാറായതല്ല, അല്ലാതെ ഇവിടെ വെയിൽ കൊണ്ടൊന്നും ഉണങ്ങി. അത്രയും വലുതായില്ലല്ലോ, ഇത് കുഞ്ഞല്ലേ. കൃഷിയെ കുറിച്ചേ എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തൊന്നുമില്ല. അതുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്നാണ്.
എനിക്ക് ഇച്ചിരി പച്ചമുളകും കാന്താരിയൊക്കെ വെക്കാനേ അറിയത്തുള്ളൂ. ശാലം തക്കാളിയും വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം. ഹുബ്ലി 40, കാർവാർ 208, മംഗളൂർ 397, ബാംഗ്ലൂർ 450. അതുണ്ടോ വറ്റൽമുളക് ഉണങ്ങാട്ടേക്കുന്നല്ലേ? അതെ 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 അതെ. ഇതുണ്ടോ ഈ കത്തിയുടെയൊക്കെ പണി ചെയ്യുന്ന ആൾക്കാരാ. കത്തി, കോടാലി, ആലയെല്ലാം കൂടെ. കൃഷിയുടെയൊക്കെ സമയം ഉണ്ടായിരിക്കും. വാക്കത്തി, കോടാലി, മഴു ഒക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി. അവരവിടെ വന്ന് തമ്പടിച്ചേ ഇതുണ്ടാക്കാൻ വേണ്ടി തന്നെ നമ്മളെ കൃഷിക്ക് പണിയാൻ വന്ന് തമ്പടിച്ച് കിടക്കുന്ന പോലെ തന്നെ അവരിവിടെ തമ്പടിച്ച് കിടന്ന് അവിടെ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സീസൺ ആകുമ്പോൾ വരുന്ന ആയിരിക്കും. ഇത് നവൽഗുണ്ട, ചെറിയൊരു സ്ഥലം. ഇത്ര ചെറിയ സിറ്റി ഒന്നും അല്ല കേട്ടോ, അത്യാവശ്യം ഒരു സിറ്റിയാണ്. നമ്മൾ അവിടെ കണ്ട തീർത്ത് ചെറിയ സിറ്റി എന്ന് പറയാൻ പാടില്ല. ഈ വഴിയെ വലിയ താമസിയാതെ 4 ലൈൻ ആവുമായിരിക്കും. അന്നേരം ഈ കാഴ്ചകളൊന്നും ഉണ്ടാവുകയില്ല. അപ്പം നമുക്ക് ചുമ്മാ അങ്ങ് നേരെ അങ്ങ് പോയാൽ മതി. ഇതേ സർബത്ത് കടയും ഫ്രൂട്ട്സും മുന്തിരിയും പഴവും എല്ലാം ഉണ്ട് കേട്ടോ. ഈ മുന്തിരിയെല്ലാം നമ്മൾ ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന മുന്തിരിയാണ്. ചെറിയ മുന്തിരി, നല്ല മധുരമുണ്ട്. ചായക്കടയുടെ ഫ്രണ്ടിലെല്ലാവേ ഒരു കെറ്റിലും കൊണ്ട് ഒരാൾ ചായ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. ഉച്ചയ്ക്ക് പഴയങ്ങഞ്ഞിക്ക് അല്ല ചിക്കനോ വല്ലതും മേടിക്കണം? ചിക്കനൊന്നും വേണമെന്നില്ല. ഇല്ലല്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോഴേ അതേ മട്ടനൊക്കെ ഉണ്ട് കേട്ടോ, എന്നാ വേണേലും ഉണ്ട്. ഇന്ന് വൈകിട്ടേ നമുക്ക് മീനൊക്കെ കൂട്ടി കഴിക്കാമല്ലോ. പിന്നെ ചിക്കനൊക്കെ മേടിച്ചാലും പിന്നെ നാളെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. മട്ടൻ ഷോപ്പൊക്കെ ഒത്തിരി ഉണ്ട്. എന്നാ പിന്നെ വേണ്ട, പോയേക്കാം. ഇനിയിപ്പം ഫിഷ് കഴിച്ചിട്ട് ഒത്തിരി നാളായില്ലേ. നമ്മളെ മെയിൻ ഡ്രൈവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മീനാണല്ലോ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇന്നും നാളെയും ഒക്കെ സീ ഫുഡ് കഴിച്ചേക്കാം. ഇവിടുന്ന് പോയാൽ പിന്നെ സീ ഫുഡ് കഴിപ്പില്ലല്ലോ. ഇല്ല, അതെ. സംശയം തീർക്കാൻ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഇത് കറിക്കടലാനെ നമ്മൾ ഈയിടെ കണ്ട തന്നെ കിളിങ്ങുന്നുണ്ട്. ഇത് ഒരെണ്ണത്തിനകത്തുണ്ടല്ലോ 2 എണ്ണം ഉണ്ട്. 2 അയ്യോ ഇല്ല കേട്ടോ, ഇതിനകത്ത് ഒരെണ്ണേ ഉള്ളൂ. ഞാൻ മുമ്പേ എടുത്തതിനകത്തൊക്കെ 2 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുണ്ടോ ചെറുതായത്. ഇത് കണ്ടില്ലേ, ചിലതിനകത്തേ 2 കടലയുണ്ട്, ചിലതിനകത്ത് ഒരെണ്ണേ ഉള്ളൂ. അതിനാണോ അതെ ഇതിനകത്ത് ചെറുതല്ലേ, വലിപ്പമില്ല. അതെ ഞാൻ പറയുന്നുണ്ട്, കുഞ്ഞതാ. കടയിൽ ഇത് കൂട്ട് കുഞ്ഞു കടല ഇരിക്കുമ്പോൾ ഓർക്കുവേ ഇത് പരട്ടക്കടല ഇത് കൊള്ളത്തില്ലാത്താന്ന് ഓർത്തോണ്ടിരുന്നത് എൻ്റെ കയ്യിലേ. പക്ഷെ പച്ചക്ക് ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടല്ലോ. ഇതുണ്ടോ, അത് ഉണങ്ങി കഴിയുമ്പം ചുരുങ്ങുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് 2 സൈസ് ആയിരിക്കും. അത് അവിടെ നിന്നല്ലേ പച്ച എടുത്തത്? ഇത് അവിടുന്ന് പറിച്ചോണ്ട് വന്നു. ഇത് ഉണങ്ങിയിരിക്കുന്നേ കടിച്ചാലൊന്നും പൊട്ടില്ല, കല്ല് പോലെ ഇരിക്കുന്നു. പച്ച കഴിക്കാൻ നല്ലതല്ലേ? പച്ച കഴിക്കാൻ നല്ല കടല തന്നെ ഉണങ്ങിയതേ പറിച്ചോണ്ട് പോന്നാ. മുമ്പ് ഇത് തന്നെ നമ്മൾ അവിടെ കയറ്റുന്ന കണ്ടേ. അപ്പൊ ഇവരിത് കൈ കൊണ്ട് പറിക്കുകയാണോ അതോ അല്ലാതെ വല്ലതും ചോദിക്കണം. പക്ഷെ ഇവർക്ക് കന്നഡ അറിയത്തുള്ളൂ, ഇന്ത്യ ഒന്നും അറിയത്തില്ല. കന്നഡ 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 മാലു കന്നഡ ചോദിച്ചു. അതെ, കന്നഡ ഞാൻ പല പ്രാവശ്യം കണ്ടുണ്ട്, ಗೊತ್ತಿಲ್ಲ എന്ന്. കന്നഡ ಗೊತ್ತಿಲ್ಲ. ആംഗ്യ ഭാഷ ചോദിച്ചു നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ ആംഗ്യ ഭാഷ ചോദിച്ചു. വേണ്ട എന്നിട്ട് നിങ്ങൾക്ക് കണ്ട് ചിരിക്കാനല്ലേ, അത് വേണ്ട. കന്നഡ അറിയത്തില്ലെങ്കിലും ബായ് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അതെ, ടാറ്റായ്ക്ക് ഒരു ഭാഷ, അതിന് ഭാഷയുടെ ആവശ്യമില്ല. ഈ റോഡൊക്കെ പണിതായിരുന്നു. അപ്പം പുതിയ ടോൾ തുടങ്ങാൻ വേണ്ടി ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. നോക്കത്താ ദൂരത്തോളം കൃഷി സ്ഥലങ്ങളാണ്. അതെല്ലാം ഉണങ്ങി നിൽക്കുന്നതല്ല കേട്ടോ, കടല വിളഞ്ഞു നിൽക്കുന്ന. അത് തന്നെയല്ലേ ഞാൻ മുമ്പേ പറഞ്ഞേ, അന്നേരം സമ്മതിക്കുമല്ലോ. മിണ്ടാതിരുന്നാ മതിയായിരുന്നു. അതപ്പോ ഇറങ്ങിപ്പോയി കണ്ടപ്പോഴാ ബോധ്യം വന്നായി സംഭവം ഇന്നാന്ന്. അല്ല അകലേന്ന് കണ്ടപ്പോ ഞാൻ ഓർത്തേ അതോ ഇനി കുറച്ചൊക്കെ അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കണ്ടുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തി ഇനി അത് ഉണങ്ങി പോയതാണോ. അങ്ങനെ ഉണങ്ങി പോകുന്നില്ല. ലോഡ് ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ടോ, ഇടയ്ക്ക് കയർ ലൂസായിട്ടേ. നമ്മുടെ വണ്ടിയിലത്തെ സൈസ് കയറാ കേട്ടോ, രാജസ്ഥാൻ കയറാ വണ്ടിയിൽ. ചെറിയൊരു തട്ടുകട ആണല്ലോ, സഞ്ചരിക്കുന്ന തട്ടുകട. അടുത്ത പമ്പ എവിടെ ഉള്ളതെന്ന് നോക്കി. ഏറ്റവും അടുത്ത പമ്പ് കയറ്റിക്കണം. ഡീസൽ റിസർവായിട്ട് കുറച്ച് ഓടി. ഇപ്പം ഡീസൽ തീർന്ന് വഴി കിടന്നാലേ ക്യാനും എടുത്തോണ്ട് മെയിൻ ഡ്രൈവർ പോക്കോണം ഡീസൽ മേടിക്കാൻ. എന്റെ പണിയല്ല. മുമ്പേ പമ്പിൽ നിന്ന് അടിക്കാന്ന് പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത പമ്പിൽ കയറ്റിക്കോണം. ഞാൻ അടുത്ത പമ്പ് കാണട്ടെ. കടല ഇപ്പം തോട്ടത്തിൽ നിന്ന് പറിക്കുന്നതല്ലേ കണ്ടുള്ളൂ. ഇനി അത് അവിടെ സെപ്പറേറ്റ് ആക്കി വേർതിരിച്ചത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും പോയി കാണാം. തൊട്ടപ്പുറത്ത് തന്നെ വറ്റൽമുളക് ഉണക്കുന്നുണ്ട്. അവിടെ ആ മെഷീൻ്റെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അതായത് നമ്മുടെ നാടൻ ചുവന്ന മുളക് ട്രാക്ടറെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ നിലത്തിട്ട് ഇതുണ്ട് ഉണക്കാനായിട്ട് ഇടുക. ഇത്
ഇവിടെ എല്ലാം നല്ല നീറ്റാക്കി ഇട്ടിട്ട് അവിടെ ഇത് ഉണങ്ങുന്നത് കേട്ടോ. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടേ ഉണങ്ങാനിട്ടാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഉണങ്ങി വരണമെങ്കിൽ ഒരു 8 ദിവസം എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇന്നത്തേന് നമ്മുടെ ഉണക്കമുളകാവും നല്ല. അപ്പോൾ ഇങ്ങനെയാണ് വറ്റൽമുളകൊക്കെ ഉണക്കി നമ്മുടെ വീടുകളിൽ പാക്കറ്റുകളിലായി എത്തുന്നത്. ഉണങ്ങി കഴിയുമ്പോഴേ ഇത് വറ്റൽമുളക് ആകുന്നത്. ആ അതെ, ഇപ്പോൾ ഉണങ്ങുന്നതല്ലേ ഉള്ളൂ. നല്ല അവിടെ വന്നപ്പോഴേ നല്ല മുളകിൻ്റെ മണം വന്നല്ലേ. ഈ കണ്ണരിയുന്നുണ്ടോ? ഓ ചെറുതായിട്ട്. അത് അടുത്ത് പോയിരുന്ന് വീഡിയോ എടുത്തോണ്ടാ, എനിക്ക് കുഴപ്പമില്ല. മുളക് പ്രേമിയാണല്ലോ ഭയങ്കര. ആ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ പച്ചമുളക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പാടത്ത്. തിരിച്ചു വന്നപ്പോഴത്തേനും അത് വിളഞ്ഞ് ഉണങ്ങാറായി. അത്രയും ദിവസം എടുത്തു. ഒരു ട്രാക്ടർ നിറച്ച് കൊണ്ടുവന്നതാ. കേരള ആ ഈ നിരത്തുമ്പോഴേ കൈയൊന്നും പുകയത്തില്ലേന്ന്. ഓ അങ്ങനെ പുകയോ? പിന്നെ മുളകല്ലേ, നിങ്ങൾ മുളക് എടുക്കുന്നില്ലാത്തതുകൊണ്ടോ. ഇതിനൊക്കെ നല്ല എരിവുണ്ട്, നല്ല കൈ പുകയും നല്ലപോലെ. കണ്ടോ വാരി വാരി കൊട്ടക്കകത്തോട്ട് ഇടുന്നേ. ഇതിപ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ട കടലയില്ലേ, അത് പറിച്ച് ഇതെവിടെ കൊണ്ടുവന്ന് ട്രാക്ടറെ കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മെഷീനിൽ ഇട്ടിട്ട് ഇവർ ഇതിനകത്ത് തോടിനകത്തുനിന്ന് എടുക്കുന്ന മെഷീനിൽ ഇട്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഇത് തരംതിരിക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ മെഷീനിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ആവും. അപ്പോൾ ഇതിനകത്ത് ഇനി ഇതുണ്ടോ, ഇതിൻ്റെ തോടും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കല്ലും മണ്ണും കമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് വേർതിരിച്ചെടുക്കും. അത് തന്നെയല്ല, സൈസ് തിരിക്കുകയും ചെയ്യും. ചെറുതും വലുതുമായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യും. അതെ എടുക്കും. കണ്ടോ, ഏറ്റവും വലിപ്പം അനുസരിച്ച് തിരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തെ ആ തോടും കമ്പും എല്ലാം മാറ്റി ഓരോ സൈഡിൽ കൂടെ വരും. ഇതുകൊണ്ട് ഇതെല്ലാം അതിൻ്റെ കല്ലും മണ്ണും കമ്പും എല്ലാം കളഞ്ഞ് നല്ല ഫ്രഷായിട്ട് ഇട്ടേക്കുന്ന നീറ്റാക്കി